അല്ല അപ്പച്ചി, വിരുന്നിന് എത്ര പായസം ഉണ്ടാവും? ലീലേച്ചിന്റെ അവിടുത്തെ വിരുന്നിന് ഒരു പായസേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് എത്ര പായസം വേണം? എത്ര വേണമെങ്കിലും ഉണ്ടാക്കി തരാം. എടി, വിരുന്ന് ഏട്ടനും ഏട്ടത്തേക്കും ഉള്ളതാ, അല്ലാതെ നിനക്കുള്ളതല്ല. ആ, വിരുന്ന് ഞങ്ങൾക്കും കൂടി ഉള്ളതാ അല്ലേ അപ്പച്ചി? അതെ അതെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല അപ്പച്ചി, ഗിരിയേട്ടൻ കൂടി വന്നിട്ട്. ഗിരി അവിടെ ഉണ്ടല്ലോ. ഏട്ടൻ വന്നല്ലോ. എന്തായി മോനെ അമ്മാവനെ കണ്ടിട്ട്? അമ്മ നല്ല ആളാ. അമ്മ ഇത്രയ്ക്ക് പാവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അസുരനുണ്ടെന്ന് കിരീട്ടൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മാവനോട് പറഞ്ഞു. പലതും അമ്മാവനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ ഒന്നും കേൾക്കാൻ നിന്നില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനി അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് മാപ്പ് തന്നു. എനിക്ക് സമാധാനായി, ഒരുപാട് സന്തോഷമായി. വലിയൊരു പ്രയാസ മനസ്സിൽ തൊഴിഞ്ഞു പോയത്. ഇതമ്മാവൻ സ്വയം എടുത്ത തീരുമാനമൊന്നുമല്ല. നിങ്ങളോട് ക്ഷമിക്കണമെന്ന് നാട്ടുകാര് നിർബന്ധം കൂട്ടി. ആ നിർബന്ധത്തിന് വഴങ്ങിയ ഇന്നോളം ആരുടെ മുന്നിലും തലകുനിക്കാത്ത പപ്പേട്ടൻ ആ തീരുമാനം എടുത്തത്. ആയിക്കോട്ടെ, ആരൊക്കെ നിർബന്ധിച്ചാലും ഒരാൾക്ക് ക്ഷമിക്കാനൊരു മനസ്സുണ്ടാവണമല്ലോ. അത് വലിയ കാര്യമല്ലേ? കിരീട്ടൻ ഇത്രയ്ക്ക് നിഷ്കളങ്കനായി പോയല്ലോ. ഏതായാലും എല്ലാം നന്നായി വരട്ടെ. പപ്പേട്ടന്റെ ഈ മനസ്സ് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ നാളെ രാവിലെ തന്നെ നീ എല്ലാരെയും കൂട്ടി അങ്ങ് എത്തിയേക്കണം. എത്താപ്പച്ചി. വിഷമങ്ങളെല്ലാം മനസ്സിൽ നിന്ന് നീക്കിക്കളയെ. നല്ലത് മാത്രം പ്രതീക്ഷിക്കും. നാളെ കാണാം. പോയിട്ട് വരട്ടെ. ശരി അപ്പച്ചി, രാവിലെ എത്തിയേക്കണം. വരാം. വരട്ടെ. നാളെ കാണാം. ബൈ ബൈ.